എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാത്സല്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മസാല റൈസ് ഉണ്ടാക്കാം. ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ, ക്യാരറ്റ്, ഗ്രീൻ പീസ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചെടുക്കാം. ഒരു കുക്കറിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇച്ചിരി ജീരകം ഇട്ട് പൊട്ടിക്കാം. ജീരകം പൊട്ടി കഴിയുമ്പം ചതച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ചതച്ചതാണേ. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം എടുക്കുക. ക്യാരറ്റ്, കോളിഫ്ലവർ, ഗ്രീൻ പീസ്. ആദ്യം നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാമേ. കോളിഫ്ലവർ ഒന്ന് വാടി വരട്ടെ. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരട്ടെ. കൂടെ തന്നെ നമുക്ക് ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന് പച്ചക്കറി വേകും. ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതായിട്ട് കൊടുത്തത്. ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ വെജിറ്റബിളിലൊന്ന് പിടിക്കട്ടെ, അതിന് വേണ്ടി. മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കാം. പച്ചക്കറിയിലൊക്കെ പിടിക്കാനായിട്ടാണേ. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് ഇച്ചിരി കസൂരി മേത്തിയാണേ. ഇതിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അത് കയ്യിലിട്ടൊന്ന് പൊടിച്ചിടണം. നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാമേ. അടപ്പ് തുറന്ന് നോക്കാം. പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പച്ചക്കറി കുറച്ച് വേകുകയും ചെയ്തു. ഇനി നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നര കപ്പ് അരിയായിട്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിലായതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. 1/2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഒരു വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കാം ചെറുതീയിലിട്ട്. ഇപ്പം വേണ്ട, നല്ലതുപോലെ വിസിലൊക്കെ പോയി ചോറും വെജിറ്റബിൾസും എല്ലാം വെന്ത് വന്നേ. നമുക്ക് ഒരു നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം.
എല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയെടുക്കാം. നാരങ്ങ നീരൊഴിച്ചതല്ലേ. നമുക്ക് കഴിക്കാനായിട്ടൊരു പാത്രത്തിലോട്ട് വിളമ്പി എടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ശകലം തൈര് എടുത്താൽ മതി കഴിക്കാൻ. എളുപ്പത്തിൽ ഒരു ഡിന്നർ റെഡി. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ.